Next topology is called as mesh topology. Mesh topology the പ്രത്യേകത നോക്കാം. Separate cable is used to connect each device to every other device in the network. നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് മെഷ് ടോപ്പോളജി. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് അവോയ്ഡ് നെറ്റ്വർക്ക് ട്രാഫിക്. നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിലേക്ക് അതായത് നമ്മൾ പല രീതിയിൽ കണക്ഷൻ പല നോഡുകൾ ഉണ്ടെങ്കിൽ ആ എല്ലാ നോഡുകളും വഴി ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എങ്ങനെയായാലും ഡാറ്റ ട്രാൻസ്ഫർ അവിടെ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ട്രാഫിക് നമുക്ക് പരമാവധി അവോയ്ഡ് ചെയ്യാം. ഇഫ് വൺ ലിങ്ക് ബ്രേക്സ് റെസ്റ്റ് വിൽ ഫംഗ്ഷൻ. ഒരു ലിങ്ക് ഇപ്പോൾ കേടുവന്നു അല്ലെങ്കിൽ ഒരു ലിങ്ക് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ചിത്രത്തിൽ ഒരേ നോഡിൽ നിന്ന് തന്നെ എല്ലാ നോഡുകളിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലിങ്ക് അതായത് ഒരു കേബിൾ കട്ടായി എന്ന് വെച്ചാലും മറ്റുള്ള കേബിൾസ് വർക്കിംഗ് ആയതുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് എളുപ്പമായി നടക്കുന്നു. ഈസി ടു ഡിറ്റക്ട് എ പ്രോബ്ലം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കേബിൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ ബ്രേക്കായി എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നമുക്കത് ശരിയാക്കാനും എളുപ്പമാണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എ ലോട്ട് ഓഫ് കേബിൾസ്, ഒരുപാട് കേബിൾ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് മെഷ് ടോപ്പോളജി. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കോംപ്ലക്സ് നെറ്റ്വർക്ക് ആണ്, കാരണം കാണുമ്പോൾ തന്നെ അറിയാം വല്ലാത്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കേബിൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രോബാക്സ്, അതായത് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ നെറ്റ്വർക്കും പഠിക്കുമ്പോൾ അതിലെല്ലാം എന്തുണ്ട്, നമുക്കതിൻ്റെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്.